ആണുങ്ങളായാലേ അല്പ സ്വല്പം നാണോ മാനോ ഒക്കെ വേണം. നീയെങ്കിലും നോക്കിങ്ങോട്ട് നടന്നില്ലെങ്കിലേ അവള് നിന്നെയും കൊണ്ടേ പോകൂ, ഉറപ്പാ. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. വൈകിട്ട് നമുക്ക് കാര്യമായിട്ടൊന്നും ആഘോഷിക്കണോല്ലേ? പഴയ പണിയൊന്നും വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ? ഇല്ല സാർ, ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്. 100% സൽസ്വഭാവി. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ആരാ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ആരാണെന്നറിയില്ല, ചങ്ങലിക്കിട്ടിരിക്കുക. ഭ്രാന്താണെന്നാ തോന്നുന്നു. എന്താ സാർ വിശേഷം? കളി നമ്മളോടാ. ആളെ ഇപ്പൊ കിട്ടും, അറിയോ? വാ കാണാം. വാ. പിന്നെ കയ്യെന്തോ ഇതൊരു ഞാനും വന്നിട്ടുണ്ട്. എന്നാ ഞാൻ വന്നില്ല. ഞാനുമില്ല. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. സീരിയല്ല അല്ലല്ല, മൊബൈലില്. പോടാ. സത്യം പറയാനും പാടില്ല. 16 വയസ്സിനപ്പുറം പോവില്ല. ഏറിയ ഒരു 18, ഒരു 20, മുട്ടിപ്പോയ ഒരു 24, 25 വയസ്സിനപ്പുറം പോകാൻ ഒരു വഴിയില്ല. എടാ ഗോപി മഞ്ജുരിന്റെ മോനെ, അടുത്ത ആഴ്ചയല്ല അടുത്ത സീസണിൽ പോലും നിനക്ക് കിട്ടില്ല. ഇനി അണ്ണന്റെ കളി വേറെ റേഞ്ചിലാണ്. യാഹൂ. കുറച്ച് കൂടുന്നോ? കുറച്ച് കൂടുന്നുണ്ട്. തന്റെ നാക്ക് ശരിയല്ല, താൻ കഴിക്കണ്ട. ആ സാമ്പാർ ഇവിടെ കുത്തി മറിക്കാൻ മറിക്കാൻ കൊടുത്തോ, തോണ്ടി കളിക്കണം. ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു തന്നാലേ അങ്ങനെ വലിച്ചു വരുത്തുന്ന ചീലൻ എനിക്ക് ചീലല്ല. ജയിലിൽ നിന്നാണ് വരുന്നത്? മിക്കവാറും ഞാൻ ജയിലിൽ പോകും. സാരില്ല, സാറുണ്ട്, ഞാനിപ്പോ ശരിയാക്കി. പണി പോയല്ലേ? അതെങ്ങനെ അറിഞ്ഞു? ഞാൻ രാവിലെ തന്നെ അറിഞ്ഞിരുന്നു. പിന്നിൽ നമ്മുടെ തറവാടിന്റെ മാനം തിരിച്ചു പിടിക്കണം. അതിനെന്താ ഒരു വഴി? തുറന്നു പറഞ്ഞേ, സുഗതം വേറെ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ. അച്ഛനെ കഴിച്ചായിരുന്നു? ഏയ്, എനിക്ക് ഇവരെ പോലെ കഞ്ഞിയുമില്ല, നിങ്ങളെ പോലെ ഫ്രൂട്ട്സും ഇല്ല, മിത ഭക്ഷണം. അച്ഛനുള്ള പോർക്കും പുറത്തെ മേലെ കേട്ടിട്ടാ കിട്ടിയില്ല.